ഹായ് എവ്രി വൺ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കൻ സാലഡാണ്. നമുക്കിത് സാലഡായിട്ട് തന്നെ ഡിന്നറിന് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി റോൾ ഉണ്ടാക്കുമ്പോൾ അതിന് ഉള്ള ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം, ഓർ നമ്മൾ സാൻഡ്വിച്ചസിൻ്റെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് കഴിക്കാം. സൂപ്പർ യമ്മി, ടേസ്റ്റി ആണ്, ഹെൽത്തി ആണ്. അപ്പോൾ നമുക്ക് സാലഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ സാലഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മാരിനേഷൻ ആണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഫുൾ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചിക്കൻ ബ്രസ്റ്റ് ആണ് നമ്മൾ ചിക്കൻ സാലഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഈവൻലി എല്ലാ മാരിനേഷനും അപ്ലൈ ചെയ്യണം. സോൾട്ടാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. സോൾട്ട് രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യണം. പിന്നെ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക്കും പെപ്പറും കൂടി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേസ്റ്റും രണ്ട് സൈഡിലും അപ്ലൈ ചെയ്യണം. പിന്നെ നമുക്ക് സ്പൈസ് ലെവൽ ആവശ്യത്തിന് അനുസരിച്ചിട്ടാണ് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സ്പൈസ് ലെവൽ അത്ര ആവശ്യമില്ലെങ്കിൽ കുറച്ച് കുറയ്ക്കാവുന്നതാണ്. പിന്നെ തൈം എന്ന് പറയുന്നത് കുറച്ചൊരു ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നിങ്ങൾക്കത് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ബട്ട് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി അത് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നല്ലൊരു ഫ്ലേവറും ആ ഒരു സ്മെല്ലൊക്കെ കൊണ്ടുവരും. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്ന ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലും രണ്ട് സൈഡിലും കുറച്ച് അപ്ലൈ ചെയ്യണം. എല്ലാ മാരിനേഷനും രണ്ട് സൈഡിലും നല്ലോണം അപ്ലൈ ചെയ്യണം. പിന്നെ ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് വിനിഗറാണ്. വിനിഗറും ഞാൻ രണ്ട് സൈഡിലും കുറച്ച് 1 ടേബിൾ സ്പൂണാണ് രണ്ട് സൈഡിലും കൂടി ചേർത്തേക്കുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്തത് നമുക്കൊരു 30 മിനിറ്റ്സ് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ചിക്കൻ സാലഡിൻ്റെ ഡ്രസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ സോൾട്ട്, മയണൈസ്. ഇത് ലൈറ്റ് മയണൈസും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമുക്കിപ്പോൾ കടയിൽ നിന്ന് വേണമെങ്കിലും മേടിക്കാം. ഇത് കേർഡാണ്. തീരെ പുളിയില്ലാത്ത കേർഡ് വേണം യൂസ് ചെയ്യാൻ. പിന്നെ നമ്മുടെ കയ്യിലുള്ള സോയ സോസ് ആണ്. ഡാർക്ക് സോയ സോസ് ആയിരിക്കും നല്ലത്. നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. പിന്നെ വിനീഗർ, കുറച്ച് വിനീഗർ. പിന്നെ മസ്റ്റേർഡ് സോസ്. ഇത്രയാണ് നമ്മുടെ ഡ്രസ്സിങ്ങിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മുടെ ചിക്കൻ സാലഡിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിംഗ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഡ്രസ്സിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. നമ്മൾ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്യുവാണ്. അപ്പോൾ ഒരു ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം മയണൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ തീരെ പുളിയില്ലാത്ത കേർഡാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ വളരെ കുറച്ച് സോയ സോസ് ഞാൻ ഏകദേശം 1 ടീസ്പൂണാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ മസ്റ്റേർഡ് സോസാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളത് വിനീഗർ, നമ്മുടെ മല്ലിയിലയാണ്. വിനീഗർ കുറച്ച് 1 ടീസ്പൂൺ വിനീഗർ. പിന്നെ നമുക്ക് ബാക്കിയുള്ള മല്ലിയില, കുറച്ച് മല്ലിയില. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് മയണൈസിൽ ഓൾറെഡി സോൾട്ട് ഉണ്ടെങ്കിൽ ഇതിൽ സോൾട്ട് അധികം ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മയണൈസ് ഉണ്ടാക്കിയപ്പോൾ ഓൾറെഡി സോൾട്ട് ആഡ് ചെയ്തുകൊണ്ട് ഇനി കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്താൽ മതിയായിരിക്കും. സോൾട്ട് നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് ഡ്രസ്സിങ്ങിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ പക്കയാണ്. സോസസ് എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സിങ് കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ജസ്റ്റ് ഒന്ന് കൂളാകുമ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമുക്ക് ചിക്കൻ സാലഡിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഐസ്ബർഗ് ലെറ്റ്യൂസ് ആണ് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഐസ്ബർഗ് അല്ല, നിങ്ങൾക്ക് റൊമൈൻ ലെറ്റ്യൂസോ ഏതാ ലെറ്റ്യൂസ് അവൈലബിൾ എന്ന് വെച്ചാൽ അതെടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്ന യെല്ലോ ബെൽ പെപ്പറാണ്. ഇപ്പം യെല്ലോ ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ ക്യാപ്സിക്കം എടുത്താലും മതി. പിന്നെ നെക്സ്റ്റ് കുറച്ച് ടൊമാറ്റോസ് ആണ്. ഒരു ടൊമാറ്റോ എടുത്താൽ മതി. 1 or 2 ടൊമാറ്റോ നിങ്ങളുടെ ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് സീഡ് കളഞ്ഞിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഒരു അണിയൻ, സവാള. പിന്നെ കുറച്ച് പിസ്താഷ്യോസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് പകരം ആൽമണ്ട്സോ കാഷ്നട്ട്സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും നട്ട്സും കൂടി എടുക്കാം. അപ്പം നമ്മുടെ സാലഡിൻ്റെ വെജീസ് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെറ്റ്യൂസ് ആണ്. അപ്പോൾ ലെറ്റ്യൂസിൻ്റെ കൂടി നമുക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാം. മല്ലിയിൽ ഓൾറെഡി നമ്മൾ ഡ്രസ്സിങ്ങിൽ യൂസ് ചെയ്തു. onions,
ടൊമാറ്റോസ്, പിന്നെ നമ്മുടെ ബെൽ പെപ്പേഴ്സ്, ഇതെല്ലാം കൂടി നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം. നമുക്ക് ഓണിയൻ വേണമെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതിന് പകരം നീളത്തിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. നമ്മുടെ ചിക്കൻ സാലഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, സാലഡിൽ യൂസ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് വെജിറ്റബിൾസും യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ലെറ്റ്യൂസും ബെൽ പെപ്പേഴ്സും ടൊമാറ്റോസും ആണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കിപ്പോൾ വേറെ വെജീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ഡ്രസ്സിങ് ഒന്ന് കൂളായതിനു ശേഷം ഡ്രസ്സിങ് മിക്സ് ചെയ്യണം. സാലഡ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഗ്രില്ല് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടണം. അപ്പം നമ്മുടെ സാലഡ് റെഡിയാവും. അപ്പം നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരു 35 മിനിറ്റ്സോളായിട്ട് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കപ്പോൾ അത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. പാനിപ്പോൾ അത്യാവശ്യം ചൂടായി കഴിഞ്ഞു. അപ്പം ഞാനതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് വെക്കുകയാണ്. ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് കുറച്ച് ഒലിവ് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഞാൻ കുക്ക് ചെയ്യുന്ന ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. 2 സൈഡും തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്യാൻ മറക്കരുത്. ഏകദേശം നമ്മുടെ ചിക്കൻ ഇപ്പോൾ 10 to 12 മിനിറ്റ്സ് ആയിട്ട് കുക്ക് ചെയ്യാണ്. നമുക്കൊന്ന് ചിക്കൻ കുക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാർപ്പ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ സ്മൂത്തായിട്ട് തന്നെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ കുക്കായിട്ടുണ്ട്. നമുക്കിത് തവ ഓഫ് ചെയ്യാം. ഒരു 10 to 12 മിനിറ്റ്സ് കുക്കായാൽ മതി. ഞാനിത് തവ ഓഫ് ചെയ്യാണ്. അപ്പം നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ച ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ചിക്കൻ കട്ട് ചെയ്ത ചിക്കൻ പീസസ് നമ്മൾ സാലഡിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡ്രസ്സിങ് ഉണ്ടല്ലോ, നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ കൂൾ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഡ്രസ്സിങ് ആയിരുന്നു. ആ ഡ്രസ്സിങ്ങും നമ്മുടെ വെജിറ്റബിൾസും കൂടി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡ്രസ്സിങ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ്ങും നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഉണ്ടല്ലോ, ആ ചിക്കൻ പീസസും കൂടി നമുക്ക് സാലഡിലേക്ക് ഇടാം. നമുക്ക് ഈ ഡ്രസ്സിങ്ങും വെജിറ്റബിൾസും നമ്മുടെ ഗ്രിൽഡ് ചിക്കനും കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ഡ്രസ്സിങ് ഒക്കെ നമ്മുടെ ചിക്കനിലും കൂടി ഒന്ന് നല്ലോണം മിക്സ് ആവണം. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറച്ചുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. കാരണം നമ്മൾ വെജിറ്റബിൾസിന് ഉപ്പിട്ടതേ ഇല്ലല്ലോ. കുറച്ചുകൂടി ഉപ്പിടുകയാണ്. കൂടിപ്പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഉപ്പിട്ടത് കറക്റ്റായിട്ടുണ്ട്. ഉപ്പിട്ടതിൻ്റെ കൂടി നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ഇടുകയാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് നട്ട്സോ ഇപ്പോൾ ബ്രെഡ് ക്രംസ് ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് അതിടുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ വെജിറ്റബിൾസും ഞാൻ പറഞ്ഞ പോലെ എത്ര എണ്ണം വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ സാലഡ് സെർവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിന് വേണ്ടിയും യൂസ് ചെയ്യാം. ലൈറ്റ് ആയിട്ടുള്ള ഡിന്നർ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു 5 കോഴ്സ് മീൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ സ്റ്റാർട്ടർ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇതായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് സാലഡ്. ഈവൻ നമ്മുടെ സാൻഡ്വിച്ചിന്റെ ഫില്ലിംഗ് ആയിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.